പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് 15 നോമ്പെടുത്ത കുട്ടികളെ പ്രത്യേകമായ വിധത്തില് ഈശോയുടെ ഒരു ബ്ലെസ്സിങ് കുട്ടികൾക്ക് പ്രത്യേകമായ വിധത്തില് നേരുകയാണ്. നോമ്പെടുത്ത കുട്ടികൾ, ധാരാളം കുട്ടികൾ നോമ്പെടുത്തിട്ടുണ്ടെന്ന് അച്ഛന് മനസ്സിലായിട്ടില്ല. അതുപോലെ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ പ്രാർത്ഥനകൾ നേരുകയാണ്. അമ്മ വഴി ഈ 15 നോമ്പിൽ നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ നിയോഗങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്ക് ഭാരതത്തിലെ പൗരന്മാരായി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പ്രിയ സഹോദരങ്ങൾ, അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്പസ്വല്പമൊക്കെ മതസ്വാതന്ത്ര്യത്തിനെ വിഘടിക്കുന്ന വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, പൊതുവെ ഇന്നും മറ്റു രാഷ്ട്രങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് കർത്താവ് ഈ ഒരു ദേശത്ത് ജീവിക്കാനായിട്ട് കർത്താവ് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ പിന്നെ വ്യാഴാഴ്ച ശുശ്രൂഷ, പിന്നെ താമസം ധ്യാനം വൈകിട്ട് ആരംഭിക്കാനൊക്കെ അറിയാലോ അല്ലേ? അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അറിയാം. പിന്നെ നമുക്ക് നാളെ കുമ്പസാര ദിവസമാണ് കേട്ടോ. താമസം ധ്യാനത്തിൻ്റെ കുമ്പസാര ദിവസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാളെ കുർബാനയിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എലിസബത്തിനെ, പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ സ്വർഗാരോപണ തിരുനാൾ ദിവസം ശരിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ലൂക്കായുടെ സുവിശേഷം 1:45 അവിടെ പരിശുദ്ധ കന്യകാമാതാവിനെ എലിസബത്ത് അവർ തമ്മിലുള്ള കണ്ടുമുട്ടലുണ്ടല്ലോ. അപ്പൊ എലിസബത്ത് പറയുന്ന കാര്യമാണ് അത്. ശരിക്കും ഈ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നേടേണ്ട ഒരു അഭിഷേകമാണ്. 1:45 വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് വിശ്വാസത്തെ കുറിച്ചാണ്. കർത്താവ് എന്ത് പ്രതികൂലത്തിലാണ് കന്യകാമാതാവ് നിൽക്കുന്നത്, പക്ഷേ അവൾ വിശ്വസിക്കുകയാണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും. അച്ഛനടുക്കിലേക്ക് നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ അനേകം മക്കൾ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. അപ്പോൾ അവർക്ക് മെസ്സേജൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ സംഭവിക്കില്ല, അച്ഛൻ ഞങ്ങൾ ഇതുപോലെ പ്രതികൂലത്തിലാണ് നിൽക്കുന്നത്. അത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു അവിശ്വാസ പീഡയുടെ ദുരാത്മാവ് നമ്മിലെല്ലാവരും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തിരുനാൾ ആഘോഷിക്കുന്ന തരത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, അമ്മ പ്രതികൂലങ്ങളിൽ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ വേണ്ട ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.